ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ സാധാരണയായിട്ട് ഇപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ കൊതുകുകൾ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ട് മഴക്കാലത്തായിരിക്കും കൊതുകുകൾ ഉണ്ടാവുക. ഈ കൊതുകുകൾ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരും. അവ നമ്മളെ നന്നായിട്ട് കുത്തും. പല അസുഖങ്ങളും കൊതുകുകൾ ആണ് പല അസുഖങ്ങളും നമുക്ക് വരുത്തുന്നത്. ഈ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊല്ലാൻ കഴിയുന്ന ജീവിയാണ് ഈ കൊതുക് പറഞ്ഞ സാധനം. അത്രയും ഡേഞ്ചറാണ് ഈ കൊതുകുകൾ. പിന്നെ ഏറ്റങ്ങൾ നമ്മൾ കടിക്കുമ്പോഴുള്ള ആ ഒരു ഇത് നമുക്ക് ഭയങ്കരമായിട്ട് സീനാണ്. അപ്പോൾ അത് എങ്ങനെ കൊതുകുകളെ നമ്മൾ വീട്ടിൽ നിന്ന് തുരത്താം എന്നതിനെ പറ്റി ഒരു ഏഴ് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 7 ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ കൊതുക് നിങ്ങളെ വീട്ടിലേക്ക് വരില്ല, വന്നാൽ തന്നെ ഓടിപ്പോവും. ആ ഒരു സെറ്റപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കുരുമുളകും കൊണ്ട് എങ്ങനെ തുരത്താം എന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ കുരുമുളക് കൊണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനാദ്യം ഒരു സ്പൂൺ പൊടിച്ചെടുത്ത കുരുമുളക് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഈ തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം കർപ്പൂര തുളസി തൈലം ചേർത്ത് കുപ്പിയിലാക്കി അത് സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ കൊതുക് വരുന്ന ഭാഗങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, ജനാല അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ ഡോറ്, ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അവരിങ്ങോട്ട് കടന്നു വരരുത്, അതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് അവർ തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും കൊണ്ട് എങ്ങനെ കൊതുകിനെ തുരത്താമെന്ന് നോക്കാം. ഈ വെളുത്തുള്ളിയും കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചതച്ച വെളുത്തുള്ളി വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. ചതക്കാനൊരു പൊടി വെളുത്തുള്ളി എടുത്തിട്ട് അത് ഒരു കുപ്പിയിൽ ആക്കാൻ പാകത്തിനുള്ള വെള്ളം എത്രയാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമ്മൾ അതിക്ക് ഈ ചതക്കാൻ അരക്കൊന്നും വേണ്ട, ജസ്റ്റ് ചതച്ചിട്ട് അതിനെ നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. തണുത്തിട്ട് അത് കുപ്പിയിലാക്കുക, സ്പ്രേ അടിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ കൊതുകുകൾ വരാൻ ചാൻസുള്ള സ്ഥലത്ത് നമ്മൾ വീടിൻ്റെ ഹെയർ റോളൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വീശി കൊടുത്താൽ അതിൽ കൂടി ഒന്നും കയറി വരില്ല. പിന്നെ ജനലും വാതിലും എപ്പോഴും അടച്ചിടുക. ഇനിയിപ്പോൾ തുറന്നിട്ടാൽ തന്നെ തുറക്കണം എന്നൊന്നുമില്ല, ചെറിയ ഗ്യാപ്പുണ്ടെങ്കിൽ അവർ കയറി വരും. അപ്പോൾ അവിടേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊതുകുകൾ അകത്തേക്ക് വരില്ല. പിന്നെയുള്ള ടിപ്സ് എന്താണെന്ന് വെച്ചാൽ പുതിന കൊണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കുക. ഈ പുതിന കൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് പുതിനയും നാരങ്ങയുടെ നാരങ്ങ നുറുക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി 2-3-4 പീസാക്കുക. അപ്പോൾ അതിലത്തെ പീസ് എടുത്തിട്ട് നന്നായി തിളപ്പിക്കുക. ശേഷം അത് കുപ്പിയിലാക്കുക പറഞ്ഞാൽ തിളപ്പിച്ചിട്ട് തണുത്തിട്ട് അത് കുപ്പിയിലാക്കുക. എന്നിട്ട് കുപ്പിയിലാക്കി സ്പ്രേ അടിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ സ്പ്രേ അടിക്കുക. അപ്പോൾ അതും കൊതുകുകൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ സ്മെല്ല് കാരണം കൊതുകുകൾ വരില്ല. ഓക്കെ. പിന്നെ ഉള്ള സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ, പിന്നുള്ളത് പറഞ്ഞാൽ ഈ കറുവാപ്പട്ട ഉണ്ടല്ലോ, കറുവാപ്പട്ട, ആ സാധനം വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഈ കറുവാപ്പട്ടയും നാരങ്ങയും വേണം. നാരങ്ങയും കറുവാപ്പട്ടയും പാടെ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. തണുത്തിട്ടൊരു കുപ്പിയിലാക്കിയിട്ട് സ്പ്രേ അടിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ സ്പ്രേ അടിക്കുക. പിന്നെ ഉള്ള ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കർപ്പൂരം ഉണ്ടല്ലോ, ഈ കർപ്പൂരം വീടിനുള്ളിൽ കർപ്പൂരം കത്തിച്ച് വെക്കുക. ഈ കൊതുകുകൾക്ക് വരുന്നതിന് ഭയങ്കരമായിട്ട് ഉള്ളൊരു സെറ്റപ്പാണ് ഈ കർപ്പൂരം. കൊതുകുകൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഒന്നും തീരെ ഇഷ്ടമല്ല ഈ കർപ്പൂരത്തിൻ്റെ. അതുകൊണ്ട് കൊതുകുകൾ ഇതിൻ്റെ സ്മെല്ല് കാരണം വരില്ല. പിന്നെ ഈ ജനൽ വാതിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അടുത്ത് കൂടി കർപ്പൂരം കത്തിച്ച് വെച്ചാൽ കൊതുകുകൾ അകത്തേക്ക് കയറി വരികയില്ല. കാരണം അതിൻ്റെ സ്മെല്ല് കാരണം അകത്തേക്ക് വരില്ല. പിന്നെ ഈ പിന്നുള്ളതാണ് കാപ്പിപ്പൊടി. കൊതുകുകൾ അധികമായി വരുന്ന സ്ഥലങ്ങളിൽ കാപ്പിപ്പൊടി കത്തിച്ച് വെക്കുക. അങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും പിന്നെ അതിൻ്റെ പുകയും കാരണം ഈ കൊതുകുകൾക്ക് അകത്തേക്ക് വരാൻ കഴിയില്ല.
ഈ 7 ഐറ്റംസാണ് കൊതുകുകൾ നമ്മളെ വീട്ടിലേക്ക് വരാതിരിക്കാനുള്ള ഈ 7 ടിപ്സ്. ഈ 7 ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യോജിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൊതുകുകൾ അകത്തേക്ക് വരില്ല. പിന്നെ വെളുത്തുള്ളി, അതിൻ്റെ സ്മെല്ല് നമുക്ക് തന്നെ ചിലപ്പോൾ പിടിക്കാൻ ചാൻസില്ല. അതേപോലെ നമുക്ക് അധികം സീനില്ലാത്ത ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുക, എന്നിട്ട് അത് ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കൊതുകുകൾ നമ്മളെ വീട്ടിലേക്ക് വരില്ല, നമ്മളെ കൊതുകുകൾ കടിക്കാനും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്